പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് ലിഡിയ ജേക്കബ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ വർഷവും ഈ പത്മനാഭനെ ദർശിക്കുന്നത് സ്ഥിരം കാഴ്ച തന്നെയാണ്. അതും ഒരു ചടങ്ങായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തവണയും അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല അല്ലേ? അമൃത, തീർച്ചയായും ആറ്റുകാലമ്മയെ ദർശിക്കാൻ വരുന്ന, പൊങ്കാലയിടാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇങ്ങോട്ടും കൂടി, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൂടി വന്ന് ദർശനം നടത്തിയാണ് മടങ്ങുക. ഈ ഒരു പരിസരം അനന്തപുരി എന്ന് പറയുന്നത് അത് ഭക്തി സാന്ദ്രമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ പൊങ്കാലയുടെ ഒരു വൈബിലേക്ക്, പൊങ്കാല മഹോത്സവത്തിന്റെ ആഘോഷത്തിലേക്ക് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. എനിക്ക് പിന്നിൽ കാണുന്നത് ഒരു DJ ആണ്. രാത്രി 10 മണിയോടടുക്കുന്നു. പക്ഷേ ആളുകൾ എല്ലാവരും തന്നെ വലിയ ആഘോഷത്തിലാണ്. പാട്ടും ഡാൻസും ഒക്കെ വെച്ച് കുറെ നേരമായി അവർ ഡാൻസ് കളിക്കുകയാണ്. അതിൽ വലിയ ആഘോഷത്തിൽ കൂടിയാണ് അനന്തപുരി ഉള്ളത് എന്ന് വേണം പറയാൻ. ഇത് ഇവിടുത്തെ കാഴ്ച മാത്രമല്ല, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തെരുവോരങ്ങളിൽ അടക്കം പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ആളുകൾ തിരക്കിൽ കൂടിയാണ്. ഒരുപാട് ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തുന്നു. അവർ ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ഈ സന്തോഷങ്ങളിലും ഈ പൊങ്കോല മഹോത്സവത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഒരേപോലെ തന്നെ ഭക്തി സാന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ആഘോഷം കൂടിയാണ്. പ്രത്യേകിച്ച് ഓണത്തെ കഴിഞ്ഞും വിഷുവിനെ കഴിഞ്ഞും അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഘോഷം എന്ന് പറയുന്നത് ഈ പൊങ്കാല മഹോത്സവം തന്നെയാണ്. അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നു എന്ന് വേണം പറയാൻ. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഒരു സമയത്തേക്ക് അടുക്കുമ്പോൾ ഇതിന്റെ തിരക്ക് എന്ന് പറയുന്നത് അത് വലിയ ഒരു തിരക്കിലേക്ക് പോകും. ഏകദേശം 40 ലക്ഷത്തിലധികം ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ പൊങ്കാല അർപ്പിക്കാൻ വരുന്ന, പത്മനാഭന് മുന്നിലും ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നുണ്ടോ ലിഡിയ? പത്മനാഭന് മുന്നിലും ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഈ പരിസരത്തൊക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ പൊങ്കാല അടുപ്പുകളൊക്കെ അവിടെ ഇവിടെയായി ഒക്കെ നിരന്നു കഴിഞ്ഞു. പക്ഷെ എന്നാൽ കൂടിയും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുന്ന ആളുകൾ, ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ആളുകൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഇവർക്ക് ഈ പത്മനാഭനും. അതുകൊണ്ട് തന്നെ ആറ്റുകാലമ്മയെ കാണാൻ വരുന്ന ആളുകൾ, അവർക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ആളുകൾ ഒപ്പം തന്നെ പത്മനാഭനെ കണ്ട് മടങ്ങുന്നു. അതൊരു വിശ്വാസമാണ്, ഒരു ആചാരം കൂടിയാണ്. ഈ ഒരു പൊങ്കാല എന്ന് പറയുന്നത് ഒരുപാട് ആചാരങ്ങളുടെ, ഐതിഹ്യങ്ങളുടെ ഒരു സമയമാണ്. അത്തരത്തിൽ ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. നമ്മളും ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പത്മനാഭന്റെ മുന്നിലേക്ക് ഈ ഒരു രാത്രി 10 മണിയോട് അടുക്കുമ്പോൾ പോലും നിരവധി ആളുകൾ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നടന്ന് അങ്ങോട്ടേക്ക് എത്തുക വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായി മാറുകയാണ്. അത് ഓരോ മിനിറ്റ് കഴിയും തോറും പത്മനാഭന്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത്, നടന്നെത്തുക എന്ന് പറയുന്നത് വലിയ തിരക്ക് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും കാണുന്നത്. ലിഡിയ ജേക്കബാണ് അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.